CRPF ചീഫ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. നിലവിലെ CRPF ചീഫാണ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് എസ് കെ വസന്തൻ. ഇന്ത്യയിലെ ആദ്യ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പ് ശൂന്യ. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം കവചം. കവചത്തിന്റെ ഫുൾ ഫോം കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കവചം സംവിധാനം തയ്യാറാക്കിയത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കവചം സംവിധാനം തയ്യാറാക്കിയത്. വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗം നടക്കുന്നത് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗം നടക്കുന്നത് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം, കോവിഡ് മരണമാണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തത് കേരളമാണ്. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കർണാടകയാണ്. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കർണാടക. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. 2025 ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. 2025 ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് വേദിയാകുന്നത് ചെങ്ങന്നൂര്. വേദിയായത് ചെങ്ങന്നൂര്. ലോക സാമ്പത്തിക ഫോറം പ്രസിഡന്റ് ആൻഡ് CEO ആയി നിയമിതരായത് ബോർഗെ ബ്രെൻഡെ. ലോക സാമ്പത്തിക ഫോറം പ്രസിഡന്റ് ആൻഡ് CEO ആയി നിയമിതനായത് ബോർഗെ ബ്രെൻഡെ ആണ്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമിലെ ഏക മലയാളി നിഖിൽ ബി. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമിലെ ഏക മലയാളി നിഖിൽ ബി. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്ക. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്ക. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് കണക്കിലെടുത്ത് രാജഹംസം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് കലാമണ്ഡലം ഗോപി. അപ്പോൾ കഥകളി രംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് രാജഹംസം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് കലാമണ്ഡലം ഗോപി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാമത് പതിപ്പിന് വേദിയാകുന്നത് കോഴിക്കോട്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാമത് പതിപ്പിന്റെ വേദിയാകുന്നത് കോഴിക്കോട്. 2025 ജനുവരിയിൽ ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ. 2025 ജനുവരിയിൽ ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഇരവിമംഗലം. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഇരവിമംഗലം. സുകുമാർ അഴീക്കോടിന്റെ 13ാം ചരമവാർഷികം ആചരിക്കുന്നത് ജനുവരി 24-നാണ്. T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ വിക്കറ്റ് നേടുന്ന പേസ് ബോളർ അർഷ്ദീപ് സിംഗ്. T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ വിക്കറ്റ് നേടുന്ന പേസ് ബോളർ അർഷ്ദീപ് സിംഗ്. ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ആദിവാസി രാജാവ് രാമൻ രാജമന്നാൻ. ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ആദിവാസി രാജാവ് രാമൻ രാജമന്നാൻ. തീരദേശ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബ്യൂമർക്ക് ഫൗണ്ടേഷനുമായി സഹകരിച്ച് കേരള തീരത്ത് കണ്ടൽക്കാടുകളുടെ പുനരുദ്ധാരണ പദ്ധതികൾ ആരംഭിക്കുന്നത് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ. തീരദേശ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബ്യൂമർക്ക് ഫൗണ്ടേഷനുമായി സഹകരിച്ച് കേരള തീരത്ത് കണ്ടൽക്കാടുകളുടെ പുനരുദ്ധാരണ പദ്ധതികൾക്ക് ആരംഭിക്കുന്നത് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ.
2025 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. 2025 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് ലേ ലഡാക്ക്. ഫസ്റ്റ് പാർട്ടാണ്, അതായത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ആദ്യത്തെ പാർട്ടിന് വേദിയാകുന്നതാണ് ലേ. രണ്ടാം പാർട്ട് ജമ്മു കാശ്മീരിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് ലേ ആണ് ഫസ്റ്റ് പാർട്ടില്. സെക്കൻഡ് പാർട്ട് ജമ്മു ആൻഡ് കാശ്മീർ. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഋതിക ടെർക്കി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഋതിക ടെർക്കി. ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക ഏന്തിയത് PS ജീന, ബാസ്കറ്റ്ബോൾ താരം. പിന്നെ മുഹമ്മദ് ജാസിർ, വൂഷു താരം. PS ജീനയും മുഹമ്മദ് ജാസിറും ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക ഏന്തിയത് PS ജീന, മുഹമ്മദ് ജാസിർ. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടിയിൽ പാലും മുട്ടയും നൽകിയിരുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി പോഷകബാല്യം. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടിയിൽ പാലും മുട്ടയും നൽകിയിരുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി പോഷകബാല്യം. സത്യേന്ദ്രനാഥ് ബോസിന്റെ പേരിൽ അറിയപ്പെടുന്ന കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പുരുളിയ, പശ്ചിമ ബംഗാൾ. അപ്പൊ കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പുരുളിയ, പശ്ചിമ ബംഗാൾ. ഈസ്റ്റേൺ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം പുരുളിയ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ 6ാമത്തെ നിരീക്ഷണ കേന്ദ്രമാണ്, വാന നിരീക്ഷണ കേന്ദ്രമാണ്. ലഡാക്ക്, നൈനിറ്റാൾ, മൗണ്ട് അബു, പൂനെയിലെ ഗിർബാനി ഹിൽസ്, തമിഴ്നാട്ടിലെ കാവലൂർ എന്നിവിടങ്ങളാണ് മറ്റ് കേന്ദ്രങ്ങൾ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ്, അമേരിക്കക്കാരിയാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ്, അമേരിക്ക. മാഡിസൺ കീസിന്റെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ്. 2025 പുരുഷ സിംഗിൾസ് ജേതാവ് യാനിക് സിന്നർ, ഇറ്റലി. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗത്തിലെ സിംഗിൾസ് ജേതാവ് യാനിക് സിന്നർ ആണ്, ഇറ്റലിക്കാരനാണ്. അപ്പൊ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസും പുരുഷ വിഭാഗത്തിലാണെങ്കിൽ യാനിക് സിന്നറുമാണ്. ജനുവരി 2025 വിയോഗത്തിന്റെ 75ാം വർഷം പൂർത്തിയാക്കുന്ന നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു. ജനുവരി 2025 വിയോഗത്തിന്റെ 75 വർഷം പൂർത്തിയാക്കുന്ന നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത കരസേനയുടെ ഓട്ടോമാറ്റഡ് ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം സഞ്ജയ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത കരസേനയുടെ ഓട്ടോമാറ്റഡ് ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം സഞ്ജയ്. ICC തിരഞ്ഞെടുത്ത 2024 ടെസ്റ്റ് ടീം ഓഫ് ദ ഇയറിൽ ഇടം നേടിയ 3 ഇന്ത്യക്കാർ ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ. അപ്പൊ ICC തിരഞ്ഞെടുത്ത 2024 ടെസ്റ്റ് ടീം ഓഫ് ദ ഇയറിൽ ഇടം നേടിയ 3 ഇന്ത്യക്കാരാണ് ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ. ഇസ്രായേലിലെ ഇന്ത്യയുടെ അംബാസിഡർ ജിതേന്ദ്ര പാൽ സിംഗ്. ഇസ്രായേലിലെ ഇന്ത്യയുടെ അംബാസിഡർ ജിതേന്ദ്ര പാൽ സിംഗ്. കേരള അക്കൗണ്ടന്റ് ജനറലായി ചുമതലയേറ്റത് PB വിഷ്ണുകാന്ത്. കേരള അക്കൗണ്ടന്റ് ജനറലായി ചുമതലയേറ്റത് PB വിഷ്ണുകാന്ത്. നീതി ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഒഡീഷ. നീതി ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഒഡീഷയാണ്. 2ാം സ്ഥാനം ഛത്തീസ്ഗഡ്. നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ, കേരളം എന്നിവയാണ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾ. അപ്പൊ നീതി ആയോഗ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 റിപ്പോർട്ട് പ്രകാരം 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഒഡീഷ, 2ാം സ്ഥാനം ഛത്തീസ്ഗഡിനാണ്. ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെ, മഹാരാഷ്ട്ര. ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെ, മഹാരാഷ്ട്ര. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ OP ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പ് ഇ ഹെൽത്ത് കേരള.
സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പ് ഇ ഹെൽത്ത് കേരള. നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന തൃശൂർ കോർപ്പറേഷന്റെ പദ്ധതി മന്ന. നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന തൃശൂർ കോർപ്പറേഷന്റെ പദ്ധതിയാണ് മന്ന. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതി. റംസാർ കൺവെൻഷന്റെ കീഴിൽ തണ്ണീർത്തട നഗരങ്ങൾ എന്ന പേരിൽ അന്താരാഷ്ട്ര അംഗീകാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യ 2 നഗരങ്ങൾ ഉദയ്പൂർ, ഇൻഡോർ. ഉദയ്പൂർ രാജസ്ഥാനിലും ഇൻഡോർ മധ്യപ്രദേശിലുമാണ്. ഇപ്പൊ റംസാർ കൺവെൻഷന്റെ കീഴിൽ തണ്ണീർത്തട നഗരങ്ങൾ എന്ന പേരിൽ അന്താരാഷ്ട്ര അംഗീകാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യ 2 നഗരങ്ങളാണ് ഉദയ്പൂറും ഇൻഡോറും. രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം മങ്കർ, മഹാരാഷ്ട്ര. രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം മങ്കർ, മഹാരാഷ്ട്ര. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ പ്രലേ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ പ്രലേ 2025 സർവോത്തം ജീവൻ രക്ഷാ പുരസ്കാരത്തിന് അർഹനായത് മനേഷ്. മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം ലഭിച്ചത്. ISROയുടെ വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറായി നിയമിതനായത് എം മോഹൻ. ISROയുടെ വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറായി നിയമിതനായത് എം മോഹൻ. 32 വർഷം ചെയർമാനായിരുന്ന MTയുടെ നിര്യാണത്തിന് ശേഷം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖനാണ്. 32 വർഷം ചെയർമാനായിരുന്ന MTയുടെ നിര്യാണത്തിന് ശേഷം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ. ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭ ഏത്? പരവൂർ. ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭ ഏത്? പരവൂർ. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് മുംബൈ. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് മുംബൈ. കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കുന്ന ആദ്യ സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറി. ഇപ്പൊ രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് മുംബൈ. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് നടക്കുന്ന രാജ്യം ചൈന. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് ആണ്. ഏഷ്യൻ വിന്റർ ഗെയിംസ് നടക്കുന്ന രാജ്യം ചൈന. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി. അതിരാവിലെയും രാത്രിയും സിനിമ കാണുന്നത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കും എന്ന കാരണത്താൽ രാവിലെ 11-നും മുമ്പും രാത്രി 11 മണിക്ക് ശേഷവും 16 വയസ്സിൽ താഴെയുള്ളവർക്ക് തിയേറ്ററിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനം തെലങ്കാന. അതിരാവിലെയും രാത്രിയും സിനിമ കാണുന്നത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കും എന്ന കാരണത്താൽ രാവിലെ 11-ന് മുൻപും രാത്രി 11 മണിക്ക് ശേഷവും 16 വയസ്സിൽ താഴെയുള്ളവർക്ക് തിയേറ്ററിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനം തെലങ്കാന. ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ. കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ. കേരള സർവകലാശാല VC ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആദിവാസി ഫെസ്റ്റിവലായ നഗോബ ജതാര നടക്കുന്ന സംസ്ഥാനം തെലങ്കാന. ജാത്തര എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആദിവാസി ഫെസ്റ്റിവലായ നഗോബ ജാത്തര നടക്കുന്ന സംസ്ഥാനം തെലങ്കാന. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.